ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു കലത്തപ്പമാണ്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. ഈസിയാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് കലത്തപ്പം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു 2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അടിച്ചെടുക്കുന്ന ടൈമിൽ ഞാനിവിടെ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നുറുക്ക് ഗോതമ്പ് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ സാധാ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കര പാനിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഉണ്ട ശർക്കരയാണ്. ആ ശർക്കരയുടെ പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ എല്ലാം ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ കുറേശ്ശെ തന്നെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ മധുരവും അതൊക്കെ അനുസരിച്ച് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ശർക്കരപ്പാനി എല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ ഏലക്കാപ്പൊടിയുടെയൊക്കെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർ അതനുസരിച്ച് കൂടുതൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മാവിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കലത്തപ്പം എങ്ങനെ ചുടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അധികം നേരമൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ നുറുക്ക് ഗോതമ്പ് ഒരു 2 മണിക്കൂർ കുതിർത്ത് വെക്കേണ്ട താമസമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർ അതനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു പിടി ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കലത്തപ്പത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയാണ്. നന്നായിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രൈ ആക്കി എടുക്കുന്ന ടൈമിൽ ഒരുപാടങ്ങ് ഗോൾഡൻ ബ്രൗൺ ആയി പോകണ്ട. അതിന് മുന്നേ നമുക്ക് കുറച്ചൊന്ന് കോരി മാറ്റണം. എന്നിട്ട് ഇതിലേക്ക് മാവ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് ഒന്ന് കോരി മാറ്റാം, മാവ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് തൂകി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ഗോതമ്പിൻ്റെ മിക്സ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ആ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കർ അടച്ച് വെച്ച് വേവിക്കുന്ന ടൈമിൽ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ മിക്സ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കുക. അതിന് ശേഷം ലോയിലാക്കി വയ്ക്കുക. അപ്പോൾ ലോയിലാക്കി വയ്ക്കുമ്പോൾ മാക്സിമം ലോയിലാക്കി വയ്ക്കാം. തീ അങ്ങ് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം കുക്കറിൽ നിന്ന് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് റെഡിയായൊന്ന് നോക്കാം. അപ്പോൾ അത് ക്ലീനാണ്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സെർവിങ് പ്ലേറ്റിൽ മാറ്റുമ്പോൾ ചൂടാറിയതിന് ശേഷം മാറ്റാം, അല്ലെങ്കിൽ ഇതങ്ങ് വിട്ടുപോകും, കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്.
അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.